കോഴിക്കോട് ജില്ലയുടെ ഉൾഗ്രാമങ്ങളിലൊന്നായ മാവൂരിനടുത്ത ചെറുപ്പയിൽ നിന്നും ഒരു 23 വയസ്സുകാരനായ യുവാവ് തൻ്റെ ഉള്ളിലുള്ള അഭിരുചി കണ്ട് താല്പര്യം ഒന്നുകൊണ്ട് മാത്രം പത്രപ്രവർത്തന രംഗത്തേക്ക് എത്തുകയും നീണ്ട 36 വർഷത്തെ പത്രപ്രവർത്തന അനുഭവത്തിൽ പത്രപ്രവർത്തകനായി തുടങ്ങി മുഖ്യ പത്രാധിപർ സ്ഥാനങ്ങളിൽ വരെ ഉയരുകയും ചെയ്ത ശ്രീ ടി.പി. ചെറുപ്പയാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. ആയിരത്തി 1976 പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ലീഗ് ടൈംസിലൂടെ പത്രപ്രവർത്തനം തുടങ്ങി ചന്ദ്രികയിലൂടെയും മാധ്യമത്തിലൂടെയൊക്കെ തന്നെ കേരളത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ. 1976 ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് എത്രാമത്തെ വയസ്സിലാണ് 23 വയസ്സുണ്ടാവും. ഈ ഒരു രംഗം പത്രപ്രവർത്തനം ഒരു കർമ്മ മേഖലയായി തിരഞ്ഞെടുക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? അതിനെ പ്രേരിപ്പിച്ചത് എന്താണ്? എത്തിപ്പെട്ടതാ യഥാർത്ഥത്തിൽ കാര്യം. പിന്നെ ഇപ്പോൾ അത് ലീഗ് ടൈംസിൽ എന്ന് പറയുന്ന പത്രത്തിലാണ് ഞാൻ ഈ പത്രപ്രവർത്തനം തുടങ്ങുന്നത്. അതിനു മുമ്പേ ചെറുതായിട്ട് കഥകൾ എഴുതുമായിരുന്നു. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ, മലയാള നാട് ആഴ്ചപ്പതിപ്പിലൊക്കെ കഥകൾ എഴുതുമായിരുന്നു. അപ്പോൾ അന്ന് ആക്റ്റീവായിട്ടുള്ള പാർട്ടി പ്രവർത്തനം ഉണ്ട്. ആ കാലത്ത് 76 സജീവമായിട്ടുള്ള ലീഗിലുള്ള ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനമുണ്ട്. അത് ഇവിടെ മാവൂർ എന്ന് പറഞ്ഞ പ്രദേശം ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ, കേരളത്തിൽ തന്നെ ട്രേഡ് യൂണിയൻ ഭയങ്കരമായി ശക്തിപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അവിടെ STU, INTUC, CITU ഒക്കെ ഭയങ്കരമായ ശക്തമായ പ്രവർത്തനമുള്ള കാലമായിരുന്നു. E.T. മുഹമ്മദ് ബഷീറൊക്കെ, ഇപ്പോഴത്തെ നമ്മുടെ പുരുഷൻ കടലുണ്ടിയൊക്കെ MLA, അവരൊക്കെ ആ മാവൂരിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും നല്ല സാഹിത്യ കൂട്ടായ്മ, ലോക്കലായിട്ടുള്ള പത്രപ്രവർത്തനങ്ങളുടെ കൂട്ടായ്മകളൊക്കെ അന്നേ ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, അഭിരുചി എന്ന് പറഞ്ഞ സംഗതി ആ കാലത്തുണ്ട്. അപ്പോഴേ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നു. മുസ്ലിം ലീഗ് സ്പ്ലിറ്റായി 74-75 സ്പ്ലിറ്റായി. അന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ എമർജൻസിയായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായി 76. ആ സമയത്താണ് ലീഗ് ടൈംസ് എന്ന് പറയുന്ന പത്രം ചന്ദ്രിക പത്രത്തിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന ആളുകൾ ചേർന്നുണ്ടാക്കുന്നത്. അപ്പോൾ E.T. മുഹമ്മദ് ബഷീറാണ് നമ്മളെ അന്നത്തെ ഒരു ലോക്കൽ ലീഡറല്ല, എന്നാൽ അദ്ദേഹം അന്നും ലീഡർ തന്നെയാണ്, പ്രാദേശികമായിട്ടാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഞാൻ ലീഗ് ടൈംസിൽ ലേഖകനായിട്ട് ജോയിൻ ചെയ്യുന്നത്. കോഴിക്കോട് റിപ്പോർട്ടറായിട്ടും പന്നിയങ്കരയിലുണ്ടായിരുന്ന അവിടെ ഓഫീസിൽ സബ് എഡിറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. 80കളിൽ ലീഗ് ടൈംസിൻ്റെ ലേഖകനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു. അതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ ലീഗ് ടൈംസ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഈ ചന്ദ്രികയിൽ അല്ല, ലീഗിൻ്റെ ഒരു പിളർപ്പിനെ തുടർന്നുണ്ടാകുന്ന ആണോ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ലീഗിൻ്റെ പിളർപ്പിനെ തുടർന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു പത്രമായിരുന്നു. അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നു, മത്സരിച്ചു, ജയിച്ചു, 6 MLA-മാരുണ്ടായി. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ MLA-മാരൊക്കെ ഉള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ പത്രത്തിനുള്ള സ്കോപ്പുണ്ട്. അങ്ങനെ ഉണ്ടായ പത്രമാണ് ലീഗ് ടൈംസ്. ആ പത്രം പിന്നെ നിർത്തുന്നത് പാർട്ടിയിലെ അമാൽഗമേഷൻ വന്നു, യോജിപ്പ് വന്നു. അതിനുശേഷം ഇതിൽ ലീഗ് ടൈംസ് എന്ന പത്രം നിർത്തുകയും അതിലുള്ള ജീവനക്കാരൊക്കെ വീണ്ടും ചന്ദ്രികയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ചന്ദ്രികയിലുള്ളവർ ആയിരുന്നു പൂർണ്ണമായും ലീഗ് ടൈംസിലുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ലീഗ് ടൈംസ് നടത്തിയിരുന്നത് ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വന്ന് നടത്തിയത്. അന്ന് പത്രപ്രവർത്തന രംഗത്ത് അതിന് നേതൃത്വം നൽകിയവരാരൊക്കെയായിരുന്നു? KK മുഹമ്മദ്, PK മുഹമ്മദ്, KP കുഞ്ഞിമൂസ, അങ്ങനെയുള്ള ആ കാലത്തെ ഒരു മുസ്ലിം പത്രപ്രവർത്തന മേഖലയിലെ മുൻനിരക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അതുണ്ടായിരുന്നു. ജമൽ കൊച്ചങ്ങാടി ഉണ്ടായിരുന്നു, പോക്കർ കടലുണ്ടി ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് അബ്ദുല്ല ബേവിച്ച ഉണ്ടായിരുന്നു. നല്ലൊരു ടീമായിരുന്നു. അങ്ങനെ 80-ൽ തിരുവനന്തപുരത്ത് ലേഖകനായി പോകുന്നു. 80-ൽ നായനാർ മന്ത്രിസഭ വന്നപ്പോൾ അന്ന് ഈ ലീഗ് ടൈംസ് പത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി ഉണ്ടല്ലോ, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ആ പാർട്ടി അധികാരത്തിൽ വന്നു നായനാരുടെ കൂടെ. അന്ന് PM അബൂക്കറായിരുന്നു PWD മിനിസ്റ്ററായി വന്നത്. സ്വാഭാവികമായിട്ടും കുറേയൂടെ പാർട്ടിക്കൊരു മൈലേജ് കിട്ടിയപ്പോൾ എന്നാലും പിന്നെ തിരുവനന്തപുരത്തൊരു ലേഖകനാകാം എന്നൊക്കെ വന്നു. അങ്ങനെയാണ് 80-ലാണ് ഞാൻ തിരുവനന്തപുരത്ത് ലീഗ് ടൈംസിൻ്റെ ലേഖകനായിട്ടാണ് പോകുന്നത്. പ്രധാനമായിട്ടും ചെയ്യാവുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്ന് ചെയ്യാനുള്ളൂ. അല്ലാത്ത വാർത്തകളൊക്കെ ഏജൻസിയൊക്കെ തരും.
അന്ന് കോഴിക്കോട് മാത്രമാണോ പത്രത്തിന് പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നത്? അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മിക്ക പത്രങ്ങൾക്കും യൂണിറ്റുകൾ കുറവല്ലേ. മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, ആ ഒരു ലെവലിലൊക്കെ അന്ന് പത്രങ്ങൾക്ക് എഡിഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. എൺപതിൽ തിരുവനന്തപുരത്തെത്തി കേരള തലസ്ഥാനത്ത് പത്രപ്രവർത്തകനായി എത്തുന്നു. ഒരു പിന്നെ അസുലഭമായൊരു ഭാഗ്യം അല്ലെങ്കിൽ അപൂർവമായൊരു നേട്ടമെന്ന് പറയുന്നത് ഈ നീണ്ട 17 വർഷം തുടർച്ചയായി നിയമസഭ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അപൂർവ അവസരം ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ്. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ ആ ഒരു സാധാരണ മറ്റ് പലർക്കും കിട്ടാത്ത അല്ലെങ്കിൽ 1-2 പേർ മാത്രം ഉള്ള ഒരു അപൂർവ ഭാഗ്യമാണ് അത്. ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ? 1980 ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ തന്നെ പത്രപ്രവർത്തന മേഖലയിലെ ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മളൊക്കെ പത്രപ്രവർത്തന കാരിയറിൽ വമ്പിച്ച മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയായിരുന്നു അത്. കാര്യം ഇപ്പോൾ KR ചുമാർ സാറ്, PC സുകുമാരൻ നായർ, MM വർഗീസ്, മോഹൻ സാറ് തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് മലയാള പത്രപ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരു നിര ജീവിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർക്കിടയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അതാണ്. അവരുടെ ഇടയിൽ കഴിയുന്നു. ഏതാണ്ട് ഒരു 23 വയസ്സ്, എത്ര വയസ്സ്? 23 വയസ്സുള്ള സമയത്താണ് അവിടെ എത്തുന്നത്. അപ്പോൾ അന്ന് ഇന്നത്തെ അപേക്ഷിച്ച് നിയമസഭാ പ്രവർത്തനം തന്നെ ഇന്നത്തെ അപേക്ഷിച്ച് വളരെയധികം നന്നായി ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അത്. നിയമസഭയിലാണെങ്കിൽ തന്നെ എൻ്റെ ഒരു കാലഘട്ടത്തിൽ KR ഗൗരിയമ്മ, PKV, K കരുണാകരൻ, EK നായനാർ, അങ്ങോട്ടുള്ള കേരള പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും ഉന്നതന്മാർ, കേരള പത്രപ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും നല്ല ഉന്നതന്മാർ. അപ്പോൾ അവർക്കിടയിൽ കഴിഞ്ഞുകൂടുമ്പോണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ അഭിരുചിയും താല്പര്യവും ഇതെല്ലാം കൂടി ഒത്തു വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു പത്രപ്രവർത്തകന് ആക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. എന്നല്ലാതെ നമ്മളെ വലിയ അക്കാദമിക് ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിച്ചില്ല അറിവൊന്നുമല്ല. ഈ എക്സ്പീരിയൻസസ് ഒരു പക്ഷേ നമ്മളെ പുതിയ ജനറേഷന് കിട്ടാതെ പോകുന്ന ഒരു വിദ്യാഭ്യാസം, ഒരു സ്കൂൾ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ റിട്ടയർമെൻറ്റ് പീരീഡിലും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ആണ്. അന്ന് നിയമസഭ തന്നെ സീരിയസ് ആയിട്ടുള്ള സഭകളായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അന്ന് സാധാരണഗതിയിൽ MLA മാർ അസംബ്ലി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പ്രിപ്പറേഷന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ബില്ലുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡായിരുന്നു അത്. ഇതിപ്പോൾ സാധാരണ ബില്ലിൽ അമെൻമെൻറ്റ്സൊക്കെ വളരെ വരും. അപ്പോൾ കേരളം തന്നെ ഏതാണ്ട് പിന്നെ രൂപപ്പെട്ട് വരുന്ന, ശക്തിപ്പെട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ MLA മാർ സാധാരണഗതിയിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അസംബ്ലി പിരിഞ്ഞാൽ MLA കോട്ടേജ് പോകുന്നു, വിഷയങ്ങൾ പഠിക്കുന്നു, ചില ആളുകളോട് സിനിമയ്ക്ക് പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. ഇന്ന് അസംബ്ലിയിലെ അറ്റൻഡൻസ് വളരെ മോശമാണ്. അസംബ്ലിയിലെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്നത്തെ പത്രപ്രവർത്തകന്മാർക്ക് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ദരിദ്രരാണ്. അവർക്കൊന്നും ചെയ്യാനില്ല. വിഷയദാരിദ്ര്യം ഭയങ്കരമായിട്ടുണ്ട്. അന്ന് 1:30 മണി 2 മണിയൊക്കെയാണ് അസംബ്ലി അവസാനിക്കുക രാത്രി. കാരണം പുതിയ ബില്ലുകൾ വരും. ബില്ലുകൾ വരുമ്പോൾ നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ധാരാളമായിട്ട് അമെൻമെൻറ്റ്സ് കൊടുക്കും, ഭേദഗതികൾ. അപ്പോൾ നിയമസഭയിൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ അംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. ഒരംഗത്തിന് 1.5 മിനിറ്റാണ് അലോട്ടഡ് ടൈം. ഇപ്പോഴും എനിക്കറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ 10 അംഗങ്ങളുള്ളൊരു പാർട്ടിയാണെങ്കിൽ 15 മിനിറ്റ് ഉണ്ടാവും. അത് ഒരാളടുത്തെങ്കിലും സംസാരിക്കും. ബില്ലിൽ ടൈം പരിമിതിയില്ല, സമയത്തിൻ്റെ ഒരു പരിമിതിയില്ല, ടൈം ലിമിറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അമെൻമെൻറ്റ് കൊടുത്ത ആളുകൾക്ക് എത്രയും സംസാരിക്കാം. പിന്നെ സ്പീക്കർ അത് ഗില്ലറ്റിൻ ചെയ്തിട്ട് ഒഴിവാക്കല സാധാരണഗതിയിൽ. എന്നല്ലെങ്കിൽ അപ്പോൾ അന്ന് അത്രയും സജീവമായിട്ട് പിന്നെ നിയമസഭ നടന്ന ഒരു കാലമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചും അതൊരു വലിയ എക്സ്പീരിയൻസ് അത് ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച്. ഞാൻ അസംബ്ലിയിൽ നിന്ന് കാര്യമായിട്ട് ചെയ്തിരുന്നൊരു സംഗതി നിയമസഭ അവലോകനമായിരുന്നു. കാരണം ഇന്നത്തെ അപേക്ഷിച്ച് അന്ന് അതിന് ഭയങ്കര റെലവൻസ് ഉണ്ടായിരുന്നു. കാര്യം
ഇന്നിപ്പോൾ അസംബ്ലിയിൽ നടക്കുന്നത് നമുക്ക് എവിടെ ഇരുന്നാലും കാണാൻ സാധിക്കും. വിഷ്വൽ മീഡിയ അന്ന് പിറ്റേന്നേ അറിയും അവിടെ എന്താ നടന്നു എന്നുള്ളത്. അന്ന് ആകെയുള്ള സംവിധാനം ഒന്ന് പത്രം, പിന്നെ ഒന്ന് ആകാശവാണിയിൽ വരുന്ന നിയമസഭാവലോകനം. അപ്പോൾ ഇന്ന് പത്രത്തിൽ കണ്ടു നമ്മൾ രാമചന്ദ്രൻ്റെ ഒരു ജീവിതകഥ വരുന്നത്. അന്ന് രാമചന്ദ്രനായിരുന്നു ആകാശവാണിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് വാർത്തകൾ നിയമസഭാ അവലോകനം വായിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സ്പേസ് ഉണ്ടാവും. ഈ മലയാള പത്രങ്ങളിൽ നിയമസഭാ അവലോകനം എഴുതുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് ആകാശവാണി ഞങ്ങളോട് ഒരു അവലോകനം വാങ്ങും. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കും. നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക രാമചന്ദ്രൻ തന്നെ വായിക്കണമെന്നാണ്. കാരണം ഈ ശബ്ദത്തിൻ്റെ ക്രമീകരണമൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടതിനെ വിഷ്വൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇന്നിപ്പോൾ പത്രത്തിൽ കണ്ടു അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുസ്തകപ്രകാശനം ചെയ്യാൻ പോകുന്നു. ഞാൻ സന്ദർഭവശാൽ അദ്ദേഹത്തെ ഓർത്തു വന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് നിയമസഭാ അവലോകനം എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയർ റിപ്പോർട്ടാണ്. ഇന്നിപ്പോൾ അത് ചടങ്ങിന് വേണ്ടിയാണ് പത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അവലോകനം വായിച്ചു കഴിഞ്ഞാൽ രാവിലെ പത്രവായനക്കാർക്ക് അറിയാം ഇന്നലെ നിയമസഭയിൽ എന്താണ് നടന്നത്. അവർ അവതരിപ്പിച്ച വിഷയങ്ങൾ, ഇടപെടുമ്പോഴുണ്ടാകുന്ന ബഹളങ്ങൾ, പിന്നെ സന്ദർഭോചിതമായി ചൊല്ലുന്ന കവിതകൾ, ശ്ലോകങ്ങൾ, തമാശകൾ, ഇതൊക്കെ നമ്മൾ അതേപോലെ ചിത്രീകരിക്കും. അപ്പോൾ അതിന് മിടുക്കുള്ള ചില ആളുകളുണ്ട്. അതിലേറ്റവും മിടുക്കനായിട്ടുള്ള ആൾ പിന്നെ ചുമ്മാർ സാറാണ്. മലയാള പത്രപ്രവർത്തന മേഖലയിലേക്ക് ഈ നിയമസഭ അവലോകനം എന്ന് പറയുന്ന ഒരു നിയമസഭയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ആഖ്യാനം അല്ലെങ്കിൽ ചിത്രീകരണം കൊണ്ടുവരുന്ന മലയാളത്തിലെ പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് കെ.ആർ. ചുമ്മാർ സാറാണ്. അതിനോട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ മലയാള മനോരമയുടെ പിന്നെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ഐസക് സാർ അതിൻ്റെ സാഹചര്യം അത് കണ്ടപ്പോൾ പറഞ്ഞു, ഒരു പുതുമ വേണ്ടേ എന്ന് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ തോന്നി. എങ്ങനെ എന്നാൽ പിന്നെ നമ്മൾ അവിടെ ഫുട്ബോൾ കമൻട്രിയൊക്കെ പറയുന്ന പോലെ നിയമസഭയുടെ ഒരു അവലോകന റിപ്പോർട്ടുണ്ടാക്കി കളയാൻ. അത് പിന്നീട് എല്ലാ പത്രങ്ങളും അനുകരിച്ചു, ചെറിയ പത്രങ്ങൾ വരെ. നമ്മളൊക്കെ അത് ചെയ്തു. കാര്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സംഗതി നിയമസഭ അവലോകനം എന്ന് പറയുന്ന സംഗതിയായിരുന്നു. അന്ന് അതിന് നല്ല വായനക്കാരും ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരുന്നിരുന്നു. ഇന്ന് അതിൻ്റെ കൗതുകമൊക്കെ നഷ്ടപ്പെട്ടു. കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് കാണാവുന്ന ഇതാണ് ഈ അവിടെ സംഭവിച്ച ഒരു മാറ്റം. പക്ഷെ അതിൽ പ്രധാനമായി ഓർമ്മയിൽ വെക്കാവുന്ന ഒരു സംഗതി, ആ കാലത്തെ നിയമസഭാ പ്രവർത്തനവും ഈ കാലത്തെ നിയമസഭാ പ്രവർത്തനവും വളരെയധികം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ നിയമസഭാ സാമാജികർ ഒന്നും പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും കേരള സഭയിലുള്ള പഴയ മുതിർന്ന കെ.എം. മാണിയെ പോലുള്ള ആളുകളെ ഒന്നുകൊണ്ടും വെല്ലാൻ ഇവർക്ക് സാധിക്കാത്തത്. ഇവർക്ക് ഗൃഹപാഠങ്ങളില്ല. പുതിയ ആളുകളിൽ പലർക്കും, വളരെ അപൂർവ ആയിട്ടുള്ള ആളുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ആ കാലത്ത് എന്തുണ്ടായിരുന്നു വെച്ചാൽ പല പാർട്ടികളിലും പല പാർട്ടികളിലും, ഇപ്പം ലീഗാവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അഭിഭാഷകന്മാരെ ആ കാലത്ത് MLA-മാരാക്കിയിരുന്നത് തന്നെ അല്ലാത്ത ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത്ര പോലും നിയമസഭാ പ്രവർത്തനങ്ങളിൽ പാർട്ടികൾ ശ്രദ്ധിച്ചിരുന്നു. പാർട്ടികൾ അങ്ങനെ ശ്രദ്ധിച്ച സമയത്ത് എന്ത് കിട്ടി? പത്രപ്രവർത്തകന്മാർക്കും അതൊരു മൈലേജ് ഉണ്ടാക്കി. ഇന്നത് പോയി. നിയമസഭാവലോകനം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഏതാണ്ടൊരു രൂപരേഖ ഇപ്പോൾ താങ്കൾ പറഞ്ഞു തന്നു. ഇതിൽ ഭാഷയ്ക്കുള്ളൊരു പ്രാധാന്യം, പ്രത്യേകിച്ച് താങ്കളുടെ നിയമസഭാവലോകനം എന്ന് പറഞ്ഞാൽ നാടൻ പ്രയോഗങ്ങളും തനത് പ്രയോഗങ്ങളൊക്കെ വളരെ ഒരു ഹാസ്യത്തിന് അതിൽ പ്രാധാന്യമുണ്ടോ? വളരെ ഒരു ആളുകളെ ഈ ഇരുത്തുന്ന തരത്തിലുള്ളൊരു ഭാഷാ പ്രയോഗമാണ് പലരും, ചുമ്മാർ സാറാണെങ്കിലും താങ്കളാണെങ്കിലും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. അതിനൊരു ഭാഷയ്ക്ക് ഇതിൽ എത്രമാത്രം പ്രാധാന്യം? വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് എഴുതുന്ന ലാംഗ്വേജിലല്ല നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ നമ്മൾ പ്രമുഖന്മാരായ വ്യക്തികളുടെ സ്പീച്ചസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായ ഭാഷയുടെ കോൺസെപ്റ്റിൽ നിന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ സുകുമാർ അഴീക്കോട് സാറിൻ്റെ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേരളത്തിലെ ഏറ്റവും വലിയ
വൺ ഓഫ് ദ ഒറേറ്റേഴ്സ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റൈലേ അല്ലായിരുന്നു EK നായനാരുടെ പ്രസംഗത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ സ്റ്റൈല്. രണ്ടും ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിൽ വളരെ പ്രധാനമായ സംഗതിയാണ്. പിന്നെ പത്രപ്രവർത്തകന് ശരിക്ക് വെറും അതൊരു ക്ലറിക്കൽ ജോബ് അല്ലല്ലോ, ഒരു ക്ലർക്കിൻ്റെ പണിയല്ലല്ലോ പത്രപ്രവർത്തനം ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് അവാർഡുകളൊക്കെ വാങ്ങുന്ന റിപ്പോർട്ടറാണ്. ഒരിക്കലും നിങ്ങളൊരു സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന ആ മനസ്സ്, ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ടല്ല നിങ്ങൾ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ പക്ഷേ പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതും എനിക്കൊന്ന് പറയാനുള്ളത്, ഇന്നും അന്നും നമ്മളുടെ വ്യത്യാസം. ഇപ്പം ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഭയങ്കരമായ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനോടുകൂടി ഇതിൽ വന്ന ഒരാളല്ല, എത്തിപ്പെട്ടതാണ്. എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്, ജന്മസിദ്ധമായൊരു വാസന, ഇതൊക്കെ വളരെ ആവശ്യമാണ്. അതുള്ള ആളുകളെ നിങ്ങളിപ്പോൾ ഇവിടെ പ്രസ് അക്കാദമി അതുപോലെ പിന്നെ പ്രസ് ക്ലബ്ബും ഒക്കെ പിന്നെ ഇത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ പോലും എത്രമാത്രം ഇത് എല്ലിൻ്റെ ഉള്ളിൽ പത്രപ്രവർത്തനം ഉള്ളവരാണ് അതിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്നുള്ളതിനെക്കുറിച്ച് അസസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അത് വേണം. സ്വമേധയാ ഇതിലെത്തിപ്പെടുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്താലാണ്, ഇൻബോൺ ആയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റ് പല പിന്നെ തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പത്രപ്രവർത്തന മേഖലയിൽ വേണ്ട ഒരു സംഗതി. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ